ഹലോ എവരി വൺ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് ബാംഗ്ലൂരിലൊരു ഗുരുവായൂരപ്പൻ ടെമ്പിളിലേക്ക് പോകാൻ. സാക്ഷാൽ ഗുരുവായൂരപ്പൻ ടെമ്പിളാണ്, കുറേ വർഷം പഴക്കമുള്ളൊരു ടെമ്പിളാണ്. അപ്പോൾ നമ്മളധികവും പോകലുണ്ട്. സൺഡേ ആകുമ്പോൾ എല്ലാവരും ഫ്രീ ആയിരിക്കുമല്ലോ, വീട്ടിലെല്ലാവരും ഉള്ള സമയത്ത് നമ്മൾ രാവിലെ കുളിച്ച് റെഡിയായിട്ട് ഒന്ന് ആ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ പോയി ഒന്ന് തൊഴുതിട്ടെല്ലാം വരും. അപ്പോൾ നമ്മൾ ഓൺ ദ വേ ആണ്, അവിടത്തേക്ക് പോവാണ്. ഇനി അവിടെ എത്തിയതിന് ശേഷം അടുത്ത കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത് കനകപുര റോഡിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ ഈ കാണുന്നതാണ് കനകപുര റോഡ്. ഇവിടെ നിങ്ങൾ മുകളിൽ ഇങ്ങനെ കാണുന്നില്ലേ വാഹനങ്ങൾ പോകുന്നത്, ഇത് നൈസ് റോഡ് എന്ന് പറയുന്നത്. അപ്പം ബാംഗ്ലൂരിലെല്ലാം നിങ്ങൾ എപ്പോഴെങ്കിലും വരുവാണെങ്കിൽ ഈ ടെമ്പിളെല്ലാം ഒന്ന് വന്ന് കാണണം കേട്ടോ. ആ അമ്പലം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ശരിക്കൊരു പ്രകൃതി രമണീയമായ പ്ലേസ് എന്ന് പറയാം. നമ്മൾ നാട്ടുംപുറങ്ങളിലുള്ള അമ്പലമില്ലേ, അതുപോലത്തെ ഒരു ഫീലാണ് നിങ്ങൾക്ക് അനുഭവപ്പെടുക. ബാംഗ്ലൂരിലാണെന്നൊന്നും പറയേയില്ല നിങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ. അവിടെ എത്തിയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. ഈ റോഡ് നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഈ രാവിലെയുള്ള സമയത്ത് അല്ലെങ്കിൽ ഭയങ്കര ബാംഗ്ലൂരിൽ നിങ്ങൾക്കറിയാലോ ഭയങ്കര ട്രാഫിക് പ്രോബ്ലം ആയിരിക്കും. അപ്പം മോർണിംഗ് ടൈമിലെല്ലാം ഈ റോഡിലൂടെയെല്ലാം ഡ്രൈവ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും, കാമായിട്ടുണ്ട്. അങ്ങനെ കൂടുതൽ ട്രാഫിക് പ്രശ്നങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ശ്രീ 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 രവിശങ്കർ, നിങ്ങൾ അത് കേട്ടിട്ടുണ്ടാവില്ല അവരെ പറ്റിയിട്ട്, രവിശങ്കറെ പറ്റിയിട്ട്. അപ്പോൾ അവരെ ആശ്രമമൊക്കെ കാണാൻ പറ്റും റൈറ്റ് സൈഡിലാണ് അത്. അതും കഴിഞ്ഞിട്ട് കുറച്ചുകൂടി പോയി ലെഫ്റ്റ് സൈഡിലേക്കാണ് ഈ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. ഇതാ ഇവിടെ കാണുന്നതാണ്, ഇങ്ങനെ യെല്ലോ കളറിൽ കാണുന്നില്ലേ, ഇതാണ് ശ്രീ രവിശങ്കർ ആശ്രമം. ആ റോഡിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല വ്യൂ ആണ്. ഇതിപ്പോ നമ്മള് ഏകദേശം ആ ഗുരുവായൂരപ്പൻ ടെമ്പിളിന്റെ അടുത്ത് എത്താനായി കേട്ടോ. അപ്പൊ നമ്മള് ആ ഏരിയ തന്നെ ചേഞ്ച് വന്നത് കണ്ട. നാട്ടും പുറങ്ങളിലെല്ലാം നമ്മുടെ നാട്ടിലെല്ലാം ട്രാവൽ ചെയ്യുമ്പോൾ എങ്ങനെ ഉണ്ടാവും അതേപോലത്തെ ഒരു അവസ്ഥയാണ്. അപ്പൊ അതേപോലത്തെ ഒരു ഫീൽ കിട്ടുന്നില്ല. ബാംഗ്ലൂർ സിറ്റി ആ ഒരു ഭയങ്കര ഡിഫറെന്റ് ആണ് ഈ ഏരിയയിലേക്ക് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുമ്പോഴേക്കും. അപ്പോൾ ഇനി നമ്മൾ റീച്ച് ചെയ്യാൻ പോകുന്നത് ടോൾ ഗേറ്റ് ആണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുകൂടി ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ഇപ്പം ബാംഗ്ലൂരിലെല്ലാം നിങ്ങൾ നാട്ടിലുള്ള വീട്ടിലെല്ലാം വന്നു കഴിഞ്ഞാൽ ഈ ഗുരുവായൂരപ്പൻ ടെമ്പിളിലെല്ലാം പോകണമെങ്കിൽ നിങ്ങൾക്ക് അന്നേരം പെട്ടെന്ന് മനസ്സിലാവുമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. ടോൾ ഗേറ്റ് ഉണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ കുറച്ചേ ഉള്ളൂ. ഫസ്റ്റ് ഈ ശ്രീ രവിശങ്കർ ആശ്രമം, അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇങ്ങനെ ഒരു 15 മിനിറ്റ്സ്, അത് കഴിഞ്ഞ് ഈ ടോൾ ഗേറ്റ്, പിന്നെ കുറച്ചേ ഉള്ളൂ. അപ്പൊ അവിടെ എത്തിയിരിക്കുക നമ്മളെ ടോൾ ഗേറ്റിന്റെ അടുത്ത്. നമ്മള് ഓൾമോസ്റ്റ് ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ചുകൂടി ഉള്ളു കേട്ടോ. ഇവിടുന്ന് ഇനി കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അവിടുന്ന് ലെഫ്റ്റ്, അവിടെ തന്നെ ഇങ്ങനെ ഡയറക്ഷൻ അവർ കാണിക്കുന്നുണ്ട് ഗുരുവായൂരപ്പൻ ടെമ്പിളിന്. അപ്പൊ ഇവിടുന്ന് ലെഫ്റ്റിലേക്കുള്ള റോഡാണ് ഗുരുവായൂരപ്പൻ ടെമ്പിൾ. നമ്മുടെ ഇവിടെ എത്തി. ഇവിടെ എവിടെയെങ്കിലും പാർക്ക് ചെയ്യണം ഇനി. കണ്ടോ നമ്മളെ നാട്ടുമ്പുറങ്ങളിലൊരു ഫീലിംഗ് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇത് ബാംഗ്ലൂരാന്ന് പറയാ. ദൂരെ മൗണ്ടൻസ് എല്ലാം കാണുന്നുണ്ട്. ഇതാണ് ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ. ബാംഗ്ലൂരിലെ വളരെയധികം പഴക്കമുള്ളൊരു ടെമ്പിളായത്. ഉള്ളില് നമ്മളിത് കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോകണം അവിടത്തേക്ക്. നമ്മള് ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. So we're going forward. വഴിപാടൊക്കെ കഴിപ്പിക്കാനുണ്ട്, അതിനു വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. അമ്മ പറഞ്ഞത് പോവാം.
ഇതെല്ലാം കാണുമ്പോൾ ശരിക്കും നാട്ടിൽ പോയൊരു പ്രതീതി അല്ലേ? എന്തൊരു ഭംഗിയാണ് കാണാൻ നാട്ടിലുള്ള. പിന്നെ ആ നമ്പ്യാർവട്ടം എന്തൊക്കെയോ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങൾ കാവുകളിലെല്ലാം പോയാലുള്ള ചെടികളില്ലേ, അതെല്ലാം എന്ത് ഭംഗിയാണ് കാണാൻ. നമ്മുടെ നാട്ടിൽ ഇതിനൊക്കെ ബസിപ്പൂന്നൊക്കെയാണ് പറയുക. ഇവിടെ നിങ്ങളെല്ലാം എന്താ പറയുന്നത് അറിയില്ല. എല്ലാ തരത്തിലുള്ള, അതായത് നമ്മുടെ ചെറിയ കാവുകളിലെല്ലാം പോയി കഴിഞ്ഞാൽ കാണുന്ന ചെക്കിപ്പൂ, നമ്പ്യാർവട്ടം, മുണ്ട, ഇതെല്ലാം ഇവിടെയുണ്ട് നാട്ടിലുള്ള പോലെ തന്നെ. ഇതൊക്കെയാ ഇതിൻ്റെ പേരെന്തൊന്നും ഉപയോഗിക്കുക. അടിപൊളിയായിട്ടില്ലേ കാണാൻ? അപ്പോൾ ഇതാണ് ബാംഗ്ലൂരിലുള്ള കനകപുര റോഡിലുള്ള ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിൾ. നമ്മുടെ ഉള്ളിലുള്ള ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ പാടില്ല, അതുകൊണ്ട് അതൊന്നും നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഇവിടുന്ന് ജസ്റ്റ് പുറത്തുനിന്ന് ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പൂജ അർച്ചനയൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഗുരുവായൂർ ടെമ്പിൾ സന്ദർശനം, ഗുരുവായൂരപ്പനെ കണ്ട് ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ നെക്സ്റ്റ് വീഡിയോയായി ഞാൻ വീണ്ടും നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ഓൺ ദ വേ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറി. അപ്പോൾ ഇത് പൂരി, സാമ്പാർ, ചട്നി എല്ലാം ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. നമ്മൾ കഴിക്കാൻ പോവാണ്. പിന്നെ ഇവർ ഹസ്ബൻഡ് പിന്നെ ഇഡ്ഡലിയും വട, സാമ്പാർ അങ്ങനെയുള്ള ഐറ്റംസാണ് ഓർഡർ ചെയ്ത്. അവർ ഈ വടയും സാമ്പാറും കഴിക്കും കേട്ടോ. മോൻ്റെ മസാല ദോശക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, അതെന്നും വന്നിട്ടില്ല. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാന്നേ. അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൻ്റെ ബാക്കിലില്ലേ വലിയൊരു ഗണേശൻ്റെ സ്റ്റാച്ചു ഉണ്ട് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. ഗണേശൻ്റെ വലിയ, നമ്മുടെ റോഡിലിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ വലിയൊരു സ്റ്റാച്ചു കാണാൻ പറ്റും നിങ്ങൾക്ക്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ എൻഡ് ആവുകയാണ്. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻസും ലൈക്കും ഷെയറൊക്കെ ചെയ്യുക. ഓക്കെ, താങ്ക് യു, സീ യു.